കണിമംഗലം ബോയ്സ് ഓഫ് കേരള കായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയികളായവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കണിമംഗലം മൃഗാശുപത്രി പരിസരത്ത് നടന്ന അനുമോദന ചടങ്ങ് വാർഡ് മെമ്പർ ശ്രീജ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ്, സെക്രട്ടറി, മുഴുവൻ ഭാരവാഹികളും ഇങ്ങനെയൊരു പൊതുസേവനം ആദ്യമായിട്ടാണ് ഇവർ നടത്തുന്നതെന്ന് പറഞ്ഞു. ഇനി ഓരോ വർഷവും ഇതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഓരോ കുട്ടികളും ഇനി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഏത് കോഴ്സ് എടുക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളതെല്ലാം വ്യക്തമായി തന്നെ അവിടുന്ന് ക്ലാസ്സുകൾ തരുന്നുണ്ട്. ഓരോരുത്തരും നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തുമാറാവട്ടെ. അതുപോലെ തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സ്പോർട്സ് ഓഫ് കേരള കണിമംഗലം ക്ലബിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മുഴുവൻ ഭാരവാഹികൾക്കും ആദ്യമായി തന്നെ അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഓരോ വർഷങ്ങളിലും ഈ ക്ലബ്ബ് പൊതുസേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ 10ാം ക്ലാസ് +2 പാസ്സായ മുഴുവൻ പേർക്കും ട്രോഫികളും പൊതുപ്രവർത്തനങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഈ ക്ലബ്ബ് ഉയർന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലബ്ബ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ വിജയികളായി എത്തിയ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രസിഡന്റ് മനു അധ്യക്ഷനായി. നെന്മാർ വെറ്റിനറി ഹോസ്പിറ്റൽ സർജൻ പ്രേംകുമാർ, സജിത് സിംഗ്, വിപിൻ യാദവ്, ചിത്ര, ഗിരിജ, മുരളീധരൻ, പ്രശാന്ത്, പ്രമോദ്, വിനീത് എന്നിവർ പ്രസംഗിച്ചു. ബോയ്സ് ഓഫ് കേരള കലാകായിക സമിതി സെക്രട്ടറി സുജിത് രാജ് സ്വാഗതവും ട്രഷറർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു.